നമസ്കാരം. ഭൗമരാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടാകുവാൻ പോകുന്ന ഒരു ഇവൻ്റ്, ഒരു സംഭവം സെപ്റ്റംബർ 12, 13 തീയതികളിൽ ദില്ലിയിൽ നടക്കുവാൻ പോവുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയാണ് ആ സമ്മേളനം. സംബന്ധിച്ചുള്ള വിവരങ്ങൾ തത്വമി ന്യൂസ് പ്രേക്ഷകരുമായി ഇതിനോടകം തന്നെ പങ്കുവെച്ച് കഴിഞ്ഞു. പക്ഷേ ബ്രിക്സിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്ന ഒരു കുറിപ്പുണ്ട്. അതിൻ്റെ രചയിതാവ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൗർഭാഗ്യവശാൽ നമുക്കറിയില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട എന്നാൽ രസകരമായിട്ടുള്ളൊരു കുറിപ്പാണ്. ആ കുറിപ്പ് ഞാൻ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. കുറിപ്പ് തുടങ്ങുന്നത്: ബ്രിക്സ് ബോംബ്, 400 പേരുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ദില്ലിയിലേക്ക്, അമേരിക്കയുടെ കാര്യം ഗോവിന്ദ. അങ്ങനെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത്. അതിൽ അദ്ദേഹം തുടരുന്നത്: വാർത്ത പറയുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ തവണ ഷീ ജിങ് പിങ് ഇന്ത്യയിൽ വന്നപ്പോൾ CPMനെ വിളിച്ചില്ല എന്ന് മോദിയോട് ചോദിച്ച മലയാള ദൃശ്യമാധ്യമ റിപ്പോർട്ടറോട് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറോ മറ്റോ ആണ് എന്നാണ് തോന്നുന്നത്. അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മയില്ല. സംസാരിക്കാൻ പോലും നരേന്ദ്രമോദി കൂട്ടാക്കിയില്ല. അൺനെസസറി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അരി എത്ര പയറഞ്ഞാഴി എന്ന ചോദ്യമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞിറക്കി വിട്ടു. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കേരളക്കാരെ അപമാനിക്കരുതേ. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമില്ല. രാഷ്ട്രത്തലവന്മാർ എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ സംസാരിക്കുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ആന പാറിയ കാര്യം പറയുമ്പോൾ കോണം പാറിയ കാര്യം ചോദിക്കുന്നത് ശരിയാണോ പ്രബുദ്ധ? ഏഷ്യാനെറ്റിലെയോ മറ്റോ റിപ്പോർട്ടറാണ് ആ ചോദ്യം. ഇനി വാർത്തയിലേക്ക്. ഇപ്പോൾ ഈ നടക്കുവാൻ പോകുന്ന ബ്രിക്സ് സമ്മേളന ഉച്ചകോടിയിൽ 400 പേരുമായി ഷീ ജിങ് പിങ് എത്തുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതാണ് ആ കുറിപ്പ് പ്രസ്താവിക്കുന്നത്. ഇത് വെറുമൊരു സന്ദർശനമല്ല, ലോകത്തിൻ്റെ അച്ചുതണ്ട് തിരിയുന്ന നിമിഷമാണ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈനീസ് ഡ്രാഗൺ ഇന്ത്യയിലേക്ക് ഇറങ്ങുകയാണ്. 2019 മഹാബലിപുരത്ത് മോദിയെ കാണാൻ 200 പേരുമായി വന്ന ഷീ ഇത്തവണ വരുന്നത് ഇരട്ടിയിലധികം, ഏകദേശം 400 ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന മെഗാ സംഘവുമായി. എന്താണ് നടക്കുന്നത്? തീയതി സെപ്റ്റംബർ 12, 13 ദില്ലിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടി. ചരിത്രം: ഇത് 7 വർഷത്തിന് ശേഷമുള്ള ഷീയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ്. 2020 ഗാൽവാൻ രക്തം ചിന്തിയതിന് ശേഷം തണുത്തുറഞ്ഞ ബന്ധം ഇതാ ഉരുകുകയാണ്. ആ മഞ്ഞുരുകുകയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പശ്ചാത്തലം: ദില്ലിയിൽ ഹോട്ടൽ ബുക്കിങ്ങും സുരക്ഷാ ക്രമീകരണങ്ങളും ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ തകൃതിയായി നടക്കുകയാണ് എന്ന് റോയിട്ടേഴ്സിനോട് ഭാരതീയ വൃത്തങ്ങൾ അറിയിച്ചു. അതിനിടെ നമ്മുടെ NSA അജിത് ഡോവൽ ഇപ്പോൾ ബീജിങ്ങിലാണ്. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി അതിർത്തി ചർച്ച നടത്തുന്നു. എന്തുകൊണ്ട് ഇത് അമേരിക്കയ്ക്ക് പണിയാകും? ലോകമാധ്യമങ്ങൾ ഏകസ്വരത്തിൽ പറയുന്നു ഇത് ട്രംപിനുള്ള മുട്ടൻ പണിയാണ് എന്ന്. ബ്രിക്സ് മെസ്സേജ് ടു ട്രംപ് എന്ന തലക്കെട്ടിൽ വലിയ ലേഖനങ്ങൾ തന്നെ ബ്രിക്സ് ഡൊണാൾഡ് ട്രംപിന് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ നൽകുവാൻ ശ്രമിക്കുന്ന സന്ദേശം എന്നുള്ള തരത്തിൽ വലിയ ലേഖനങ്ങൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്, എഴുതുന്നുണ്ട്. കാരണം വ്യക്തമാണ്. ട്രംപ് തിരിച്ചു വന്ന് ബ്രിക്സിനെ നിരന്തരം ആക്രമിക്കുകയും ട്രംപിൻ്റെ 2ാം തവണയുള്ള രാഷ്ട്രപതി പദത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ട്രംപ് തിരിച്ചു വന്ന് ബ്രിക്സിനെ നിരന്തരം ആക്രമിക്കുകയും താരിഫും ഉപരോധവും കൊണ്ട് ലോകത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഏഷ്യയിലെ 2 ഭീമന്മാർ കൈകോർക്കുകയാണ്. ഇറാൻ US സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇറാനിയൻ പ്രസിഡന്റും ഈ ഉച്ചകോടിയിൽ ദില്ലിയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത് ബ്രിക്സ് അല്ല, അമേരിക്കൻ ഡോളറിനും അമേരിക്കൻ ദാദാഗിരിക്കും എതിരായ ഒരു പുതിയ ലോക ഓർഡറിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു ലോകക്രമം തന്നെ ഒരു പക്ഷേ ഇതിൽ നിന്ന് ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം രൂപപ്പെട്ടു വന്നാൽ അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം പറയാത്തൊരു കാര്യം, ഇസ്ലാമിക നാറ്റോ മറുവശത്ത് രൂപപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കാര്യത്തിലും ഒരല്പം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് ഈ കുറിപ്പിൽ പരാമർശിക്കുന്നില്ല. എന്നാലും അത് സംബന്ധിച്ച് വിശദമായൊരു ചർച്ച വേണ്ടതുണ്ട്. RPയുമായിട്ട് അത്തരത്തിലൊരു ചർച്ച ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ പ്രേക്ഷകർക്ക് അത് കാണുവാൻ സാധിക്കുന്നതാണ്. കുറിപ്പ് തുടരുന്നു: 2019 200 പേർ, 2026 400 പേർ. ഇത് സംഖ്യയല്ല, സന്ദേശമാണ്. ചൈന പറയുന്നു ഞങ്ങൾ ഇന്ത്യയെ ഗൗരവമായി എടുക്കുന്നു. ഇന്ത്യ പറയുന്നു ഞങ്ങളുടെ അധ്യക്ഷതയിൽ ബ്രിക്സിനെ ഞങ്ങൾ ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകും. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മോദി ഷീ കൂടിക്കാഴ്ച നടന്നാൽ അത് ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്ര തിരിച്ചുവരവായിരിക്കും. വാഷിങ്ടൺ നോക്കി നിൽക്കും, ദില്ലി ലോകത്തെ നയിക്കും. അമേരിക്കയുടെ ഏകാധിപത്യത്തിൻ്റെ കാര്യം ഗോവിന്ദ. ഈ കുറിപ്പിൻ്റെ ഒരു
അകമ്പുറം വിശകലനം ചെയ്ത് പരിശോധിക്കേണ്ട കാര്യമില്ല. കാരണം ആ കുറിപ്പ് തന്നെ വളരെ സംക്ഷിപ്തമാണെങ്കിലും വളരെ വ്യക്തമായി തന്നെ ഇനി അങ്ങോട്ടേക്ക് ഉരുത്തിരിവാൻ പോകുന്ന ബഹുരാഷ്ട്ര ഒരു രസതന്ത്രം, സമവാക്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പരാമർശിച്ച നാറ്റോ, ഇസ്ലാമിക നാറ്റോ, ഇറാൻ കൂടി അതിലേക്ക് ഇപ്പോൾ ഒരു സൗദി, തുർക്കി, പാകിസ്ഥാൻ സഖ്യമുണ്ടായി. അതിലേക്ക് ഇറാൻ കൂടി ചിലപ്പോൾ കടന്നു വന്നേക്കുമെന്നുള്ള ഒരു സൂചന നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്താകമാനം പരസ്പരമുള്ള സഖ്യങ്ങളും ബന്ധങ്ങളും മാറി മറിയുകയാണ് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ. ഈ ഭൗമരാഷ്ട്രീയ രസതന്ത്രങ്ങളിൽ, സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഈ ബ്രിക്സ് ഉച്ചകോടി കൊണ്ടുവരുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരാകട്ടെ, സൈനിക വിദഗ്ധരാകട്ടെ, അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഭാരതവും ചൈനയുമായിട്ട് അടുത്ത കാലത്ത് ഈ ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സൈനികമായിട്ടുള്ള സഹകരണം സാധ്യമാകുമെന്നൊന്നും ആരും കരുതുന്നില്ല. പക്ഷേ പരസ്പരമുള്ള ഒരു ശത്രുതയ്ക്ക് അറുതി വരുത്തി വ്യാപാര തലത്തിലെങ്കിലും ഭാരതത്തിന് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ചൈനയുമായിട്ടൊരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നരേന്ദ്രമോദി സർക്കാരിനായാൽ ട്രംപിൻ്റെ ഈ താരിഫ് ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും അത്. തന്നെയുമല്ല, ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ഓർക്കുക, ഇറാൻ സംഘർഷത്തിൽ ഇറാനൊപ്പം നിൽക്കുന്ന, അവർക്ക് സാങ്കേതിക വിദ്യകൾ നിർലോഭം നൽകുന്ന, അമേരിക്കൻ ആക്രമണങ്ങളെ തടുക്കാനല്ലെങ്കിൽ പോലും തിരിച്ച് അമേരിക്കയെ അവർക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിൽ, വലിയ മുറിവുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ ആക്രമിക്കുവാൻ ഇറാനെ പ്രാപ്തരാക്കുന്ന സാങ്കേതിക വിദ്യകൾ നിർലോഭം നൽകുന്ന രാഷ്ട്രമാണ് ചൈന. റഷ്യയും അതുപോലെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇത്തരത്തിലുള്ളൊരു ശക്തി കേന്ദ്രമായിട്ട് അവർ രണ്ടും നിലനിൽക്കുമ്പോൾ, അമേരിക്കയ്ക്കെതിരെ നിലനിൽക്കുമ്പോൾ ഈ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്. കാരണം ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നാൽ അതിൽ നിന്നുരുത്തിരിയുന്ന തീരുമാനങ്ങൾ, അവയോടൊപ്പം റഷ്യയും ചേർന്നാൽ ഇറാനെ സംബന്ധിച്ച് ഭാരതം നേരത്തെ തന്നെ വലിയൊരു മിത്രമാണ് എന്നാണ് അവർ എപ്പോഴും പരസ്യമായി തന്നെ പറയുന്നത്. പലപ്പോഴും ആദ്യം ഹോറിഫൈഡ് ആയിട്ടുള്ള അവരുടെ പരമോന്നത നേതാവിൻ്റെ വാക്കുകളിൽ കശ്മീരിനെക്കുറിച്ച് പലപ്പോഴും വിഷം വമിച്ചിരുന്നെങ്കിലും പിന്നീടുള്ളവരാരും അതിനെ മുതിർന്നിട്ടില്ല. കശ്മീരിനെ ഒന്ന് സ്പർശിക്കുവാൻ പോലും, ഒന്ന് സ്മരിക്കുവാൻ പോലും അവർ മുതിർന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്, ഇവിടെ സ്മരണീയമാണ്. അത്തരത്തിലുള്ളൊരു അച്ചുതണ്ട് എത്തരത്തിലായിരിക്കും, ഏത് തരത്തിലുള്ള ഒരു സഖ്യമായിരിക്കും ഉരുത്തിരിഞ്ഞു വരിക ബ്രിക്സിന് ശേഷം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുവാനും പോകുന്നില്ല. കാരണം അതിന് കുറച്ച് സമയമെടുക്കും. പക്ഷേ അമേരിക്കയുടെ ഒരു ലോക പോലീസ് കളിയുണ്ടല്ലോ, ആ ലോക പോലീസ് കളി അവസാനിക്കുവാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ ശക്തി എന്നുള്ളത് സൈനിക ശക്തിയെ പോലും പലപ്പോഴും വെല്ലുവിളിക്കുന്ന തരത്തിൽ പല രാജ്യങ്ങളും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇറാൻ സാമ്പത്തികമായൊക്കെ തകർന്നു എങ്കിൽ പോലും ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു യുദ്ധം എന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു സംഘർഷം ഇപ്പോൾ അനന്തമായി നീളുകയാണ്. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ, സൈനികമായിട്ട് അവർക്ക് ഒരുപാട് സൈനികർ നഷ്ടപ്പെട്ടു, അമേരിക്കയിൽ എന്തെങ്കിലും നാശനഷ്ടമുണ്ടായി എന്നല്ല, സാമ്പത്തികമായി അവർക്ക് വലിയ ചിലവ് ഈ യുദ്ധത്തിന് വരുന്നു. അതിനുമപ്പുറത്തേക്ക് അവരുടെ സൈനിക ശക്തികളും അവർ അജയ്യമെന്ന് ലോകത്തെ ആകമാനം വിശ്വസിപ്പിച്ചിരുന്ന അവരുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം ഇറാനെതിരെ പലപ്പോഴും നിഷ്പ്രഭമാകുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ തന്നെ അവരുടെ ഈ ഒരു സർവശക്തൻ ഞങ്ങളാണെന്നുള്ള ഭാവത്തിന് വലിയ തിരിച്ചടികൾ ലോകത്താകമാനം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സഖ്യം കൂടി ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം ദില്ലിയിൽ നിന്ന് രൂപപ്പെട്ടു വന്നാൽ, ദില്ലി അതിൻ്റെ അധ്യക്ഷനായി വന്നാൽ, കുറിപ്പിൽ പറഞ്ഞതുപോലെ അമേരിക്കയുടെ കാര്യം ഗോവിന്ദ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.